channel. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് ഇറ്റ്സ് അബൌട്ട് എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇടുന്ന വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടനോട് ഒന്ന് അമർത്തിയേക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് ചടപടിയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ, ഞാനാണെങ്കിൽ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് അബൌട്ട് SSLC. എൻ്റെ SSLC റിസൾട്ട് റിവീലിംഗ് വീഡിയോ ആയിരുന്നു ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരുപാട് പേരുടെ കമൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് റിസൾട്ട് വരുന്ന വിഷമം, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുമെന്നുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായ കഷ്ടം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ഓരോ മെസ്സേജിന് ഞാൻ റിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുകയല്ല ഈ ക്വസ്റ്റ്യൻ കിട്ടട്ടെ ദൈവം, അല്ലെങ്കിൽ ഇന്നത് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് അവർക്കെല്ലാം കഷ്ടം, അവരെന്ത് മാത്രം വിഷമിച്ചിട്ടായിരിക്കും എൻ്റെ വീടിയുടെ താഴ്ന്ന കമന്റ് ഇട്ടൊക്കെ ഞാൻ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും പാവല്ലേ, നമ്മൾ അത്രയും പഠിച്ചിട്ടും നമുക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ മേ ബി നമുക്ക് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും വിഷമം. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഇനിയും പറയാനുള്ളത് പ്ലസ് ടു റിസൾട്ട് അല്ലേ 21. അപ്പോൾ നിങ്ങൾ ഓക്കെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 10th കുറച്ചുകൂടെ കൊച്ചു പിള്ളേരല്ലേ, നിങ്ങൾ പ്ലസ് ടുക്കാരൊക്കെ ഏകദേശം ഓക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. എന്നാൽ പോലും എൻ്റെ പ്ലസ് ടു റിസൾട്ട് ഞാൻ ഇവിടെ റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. അതാണ് ഇന്നത്തെ കണ്ടന്റ്. അപ്പോൾ ഗെറ്റ് ഇൻടു ദ വീഡിയോ. അയ്യോ റിസൾട്ട് വരും, തോക്കത്തില്ലാന്നറിയാം, പക്ഷെ ജയിക്കും, എത്ര A+, എത്ര മാർക്ക്, എല്ലാം ടെൻഷൻ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമുക്ക് നമ്മുടെ റിസൾട്ട് എന്ന് പറയുമ്പോൾ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ 10th ക്ലാസ്സിലെ റിസൾട്ടിന്റെ കാര്യം പറഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ. അതേ കണക്ക് തന്നെ പ്ലസ് ടു ഞാൻ അതേ കണക്ക് തീയായിരുന്നു എന്ന് തിന്നോണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള നോക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്, നമുക്ക് ഒരു കുഴപ്പമില്ല, പിള്ളേർ പ്ലസ് ആയിരിക്കും. പക്ഷേ നമ്മുടെ ടെൻഷൻ നമുക്കേ അറിയത്തുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്ലസ് ടു കുട്ടികളോടാണ്, നിങ്ങൾ ദേവിയുടെ ടെൻഷനൊന്നും ആവരുത്. ഇതിനൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ ലൈഫിന്റെ, ഞാൻ SSLC സ്റ്റുഡൻസിനോട് പറഞ്ഞത് തന്നെ, ഇതൊക്കെ നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. നമ്മൾ ഒരിക്കലും അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ ടെൻഷൻ എടുത്ത് മനസ്സിൽ കയറ്റി വെക്കുന്നത് നമുക്ക് ഹെൽത്ത് വൈസ് ആണെങ്കിലും മെന്റലി ആണെങ്കിലും നമ്മളെ എക്സോസ്റ്റ് ചെയ്യാത്ത മാത്രമേ ഉള്ളൂ. നമുക്ക് അതുകൊണ്ട് യാതൊരു ഗുണവും നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാവില്ല. എന്തിനാ വെറുതെ വരാൻ പോകുന്ന റിസൾട്ട് എപ്പോഴായാലും വരും. ചുമ്മാ അത് ആലോചിച്ച് വെറുതെ ഇരുന്ന് BP കൂട്ടേണ്ട കാര്യം എന്താണ്? പിന്നെ നമുക്ക് ഒറ്റ പ്രശ്നമുള്ളൂ, പ്ലസ് ടു റിസൾട്ട് നമ്മുടെ ലൈഫിൽ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ പറയും, അതൊന്നെങ്കിലും നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അല്ല നമ്മുടെ ലൈഫിൽ എങ്ങനെയും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു രീതിയിൽ നമ്മളത് അഫക്ട് ചെയ്യില്ല. ബിക്കോസ് അതിലെന്താണ് ഇത്ര ഒരു കാര്യം? ഓക്കെ, എൻ്റെ പ്ലസ് ടു റിസൾട്ട് വന്നു, എനിക്ക് 2 A+ ഉള്ളൂ. ഓക്കെ, 2 A+ ഉള്ളൂ. അതിനിപ്പോൾ എന്താണ്? എനിക്ക് എന്തെങ്കിലും ഒരു കോഴ്സ് ആഗ്രഹമുണ്ട്, എൻ്റെ മാർക്ക് വെച്ചിട്ട് എനിക്ക് കിട്ടുന്ന കോഴ്സിന് ഞാൻ പോകും. അല്ലാതെ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ഒരിക്കലും പഠിത്തം നിർത്തില്ല. ബിക്കോസ് എന്താ, എനിക്ക് മാർക്ക് കുറവാണെന്ന് പറഞ്ഞിട്ട് ഈ വിഷമിച്ചിരിക്കുന്നവരും അയ്യോ പോട്ട് എന്ന് പറയുന്നവരും എനിക്ക് മാർക്ക് കൊടുത്തരും ഒരിക്കലും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ മാർക്ക് നമ്മൾ പഠിച്ച് വാങ്ങിച്ച് നമുക്ക് അവകാശമുള്ള മാർക്ക്, ആ മാർക്കിനനുസരിച്ച് എന്തെങ്കിലും ഒരു കോഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് തുടർന്ന് പഠിക്കാം. അല്ലാതെ ചുമ്മാ ബാക്കിയുള്ളവർ പറയുന്ന കേട്ടിട്ട് അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റില്ല, എൻ്റെ ജീവിതം പ്ലസ് ടു വഴി മാർക്ക് എനിക്ക് കുറവായതോട് തീർന്നു എൻ്റെ ജീവിതം എന്ന് വിചാരിക്കുന്നവർ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് എനിക്ക് പറയാം. ഒരിക്കലും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട്, കുറച്ച് നെഗറ്റീവ് ആൾക്കാർ നമ്മുടെ ചുറ്റുപാട് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നെഗറ്റീവ് ആവും. ഒരിക്കലും നെഗറ്റീവ് ആൾക്കാരെ കൊണ്ടല്ല നമ്മുടെ ലൈഫ് നമ്മൾ ഫിൽ അവർ ലൈഫ് വിത്ത് പോസിറ്റീവ് വൺസ്. പോസിറ്റീവ് വൺസ് അല്ലെങ്കിൽ റൈറ്റ് വൺസ് ആയിരിക്കണം അവർ എന്ന് ചിന്തിക്കണം എപ്പോഴും. അങ്ങനെ കുറച്ച് ആൾക്കാരെ മതി. ഇപ്പം ഒരു 100 പേര് നമ്മുടെ കൊണ്ടിൽ 99 പേര് നെഗറ്റീവ് ആൾക്കാരുണ്ടെങ്കിൽ ആ ലൈഫ് കൊണ്ട് ഒരു ഉപയോഗമില്ല നമുക്ക്. നമ്മുടെ കൂടെ 5 പേരെ ഉണ്ടെങ്കിൽ ഈവൻ 5 പേരെ ഉണ്ടെങ്കിൽ അവർ 5 പേര് പോസിറ്റീവ്, വി ഹാവ് വെരി മച്ച് ലക്ക് എന്ന് എനിക്ക് പറയാനുള്ളൂ. ബിക്കോസ് അത് അങ്ങനെ ആവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്നതോടെ എനിക്ക് പറയാനുള്ളത്, ഈ സമയം കടന്നു പോകും. ബിക്കോസ് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും May 21 തീയതി വരും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പോഴേ ടെൻഷൻ അടിക്കുന്നതിന് ആ ഒരു May 21 രാവിലെ 10 മണിക്ക് 9:45 ടെൻഷൻ അടിച്ചാൽ മതി. ആ ടെൻഷൻ അടി റിസൾട്ട് ഒന്നുകൂടി കഴിയണം. അല്ലെങ്കിൽ അതും ആലോചിച്ച് ഒരിക്കലും പോയ മാർക്ക് പരീക്ഷ ഒന്നും ഇടയിൽ നല്ല പോലെ നമുക്ക് മാർക്ക് ഗ്രേഡോ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ചുമ്മാ അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്നത് ആലോചിക്കും. ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ എന്ന് ആലോചിക്കുന്നവരെ എന്ന് ആലോചിക്കണം. ഇപ്പോൾ പ്ലസ് ടു വലിയ മാർക്കൊന്നുമില്ല, എന്ന് സത്യമായിട്ട് വളരെ കുറവായിരുന്നു എൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. പ്ലസ് ടു എനിക്ക് വലിയ മാർക്കൊന്നുള്ള ആളല്ല. എന്നിട്ട് എന്താ എൻ്റെ ലൈഫിൽ നിന്ന് പോയോ? ഒരിക്കലും എൻ്റെ ലൈഫിൽ നിന്ന് പോയില്ല. ഞാൻ അവിടെ നിന്ന് എനിക്ക് പറ്റുന്ന എന്താണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആരെയാവും പറ്റും എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അല്ലാതെ എനിക്കിപ്പോൾ 1 A+ ഉള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ 2 A+ ഉള്ളൂ, ഓക്കെ ഇനി എനിക്കപ്പോൾ ഒന്നും അപ്പോൾ പഠിക്കാൻ പറ്റില്ല, അങ്ങനെയല്ല ഒരിക്കലും ചിന്തിക്കേണ്ടത്. എനിക്ക് ആ മാർക്ക് വെച്ചിട്ട് എവിടെ എത്താൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ മാർക്ക് ഒന്ന് പോട്ടെ. മാർക്ക് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ ഒരിക്കലും ഒരിടത്ത് എത്താത്തവരല്ല. അവർ ഈ ലോകത്തിൽ മാർക്ക് കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളവരെക്കാൾ ഉയർന്ന നിലയിൽ എത്തിയിട്ടുള്ളവരാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ മാർക്ക് പറഞ്ഞല്ല ഈ ലോകത്ത് അന്താരാഷ്ട്ര വിഷയം എന്ന് പറയുന്നത്. ഈ ലോകത്ത് നമുക്ക് ഇന്ത്യയിൽ കേരളത്തിൽ സംസാരിക്കാൻ ഒരുപാട് കൂട്ടം കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ മാർക്ക് പറഞ്ഞാൽ ആയിരിക്കുന്നത് ആരുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ മാർക്ക് ഇറ്റ്സ് ഓൾ ടു us. അല്ലാതെ ബാക്കിയുള്ളവരുടെ ടേബിൾ ടോപ്പ് കോൺവെർസേഷൻ ആക്കരുത്. നമ്മൾ അങ്ങനെ ആക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഈ മാർക്ക് കുറയുന്ന പിള്ളേരെ കുത്തി ചോദിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ ബന്ധുക്കളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ പറഞ്ഞാൽ അങ്ങനെ ഒരു മൈൻഡ് ചെയ്യും. നമുക്ക് മാർക്ക് അവർ മാർക്ക് നമുക്ക് കൂടുതൽ മേടിച്ചു തരും. ഇല്ല, നമുക്ക് മാർക്ക് നമ്മൾ ഏതെങ്കിലും അഡ്മിഷൻ ചൂസ് ചെയ്ത് നല്ല ഏതെങ്കിലും ഒരു കോഴ്സ് ചൂസ് ചെയ്ത് നമ്മൾ പോകണം. ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി ചൂസ് ചെയ്യാം. അല്ലാതെ MBBS എൻട്രൻസ് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ഇറ്റ്സ് ഓൾ യുവർ ചോയ്സ്. നിങ്ങളുടെ ചോയ്സ് ആണ്. ഒരിക്കലും അത് പേരൻസിൻ്റെ ഒരു ചോയ്സ് ആയിട്ടോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ചോയ്സ് ആയിട്ടോ ഒരിക്കലും അതിനെ വിട്ടുകൊടുക്കരുത്. കാരണം നിങ്ങൾ ലൈഫിൽ എടുക്കേണ്ട ഡിസിഷൻസ് നിങ്ങൾ തന്നെയാണ് എടുക്കേണ്ടത്. വേറെ ഒരാൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരിക്കലും വെച്ചു കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ്
നമ്മൾ ഈ ഒരു കുഞ്ഞു കാര്യം അവർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈഫിലുള്ള എല്ലാ കാര്യവും അവർ ഡിസൈഡ് ചെയ്യും. അങ്ങനെ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നമ്മുടെ ലൈഫ് ഉണ്ടായാലും നമ്മൾ ഡിസൈഡ് ചെയ്യും. അവരുടെ മക്കളുടെ കാര്യം ഡിസൈഡ് ചെയ്യട്ടെ, അല്ലെങ്കിൽ അവരുടെ കാര്യം ഡിസൈഡ് ചെയ്യട്ടെ. നമ്മുടെ കാര്യം ഡിസൈഡ് ചെയ്ത് നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് പൂർണ്ണ അവകാശമുള്ളത്. ഒരിക്കലും വേറെ ഇപ്പോൾ ചെറിയ കാര്യം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ലൈഫിൽ വലിയ വലിയ കാര്യങ്ങൾ അവർ ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് തലയാട്ടേണ്ടി വരും. സോ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. വേറൊരാൾക്കും ഒരിക്കലും അത് വെച്ച് നീട്ടി കൊടുക്കരുത്. ഓക്കെ, യു ക്യാൻ ചൂസ് ഇറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്റ്റ് ചെയ്യാം എന്നുള്ളൊരു മെത്തേഡിലേക്ക് ഒരിക്കലും നിങ്ങൾ പോകില്ല. ഒരേ പ്ലസ് ഉള്ള വ്യക്തിയാണെങ്കിൽ പോലും ആയിക്കോട്ടെ, അതിലിപ്പോൾ എന്താ, എന്ത് കോഴ്സ് എനിക്ക് കിട്ടും അല്ലെങ്കിൽ എന്ത് കോഴ്സ് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ എൻ്റെ ലൈഫിൽ നല്ല ആൾക്കാർ കാണും, അവരോട് മാത്രം ചെന്ന് ചോദിക്കുക. അല്ലാന്നുള്ള ആൾക്കാരെയൊക്കെ പാടെ ഉപേക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കൊരു പ്രശ്നഘട്ടം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ കൂടെ നിൽക്കാത്തവരെ നമുക്ക് മനസ്സിലാവുന്നത്. അത് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരൊക്കെ ചില സിറ്റുവേഷനിൽ കൂടെ മനസ്സിലാകും. നിങ്ങൾക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ കൂടെ അവരെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളായിരുന്നു. എൻ്റെ ജീവിതം അവിടെ നിന്നൊന്നും പോയില്ലല്ലോ. നിങ്ങളും അതേ കണക്ക് തന്നെ, എന്നെ പോലെ ഒരാളാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം അവിടെ നിന്ന് പോവുകയല്ല വേണ്ടുന്നത്. നിങ്ങൾ ആ സിറ്റുവേഷനിലെല്ലാം ഓവർകം ചെയ്ത് വരിക. ഞാനും വളരെയധികം ഓവർകം ചെയ്ത് വന്ന ഒരാളാണ് ആ സിറ്റുവേഷനൊക്കെ. ഇപ്പം അന്നേരം ആ കാലത്ത് ഓർമ്മിക്കുമ്പോൾ അത് ഭയങ്കര പാടായിരുന്നു. നമുക്ക് ആ സിറ്റുവേഷനൊക്കെ കഴിഞ്ഞു പോകാൻ, നമുക്ക് പുറത്തിറങ്ങുമ്പോൾ തന്നെ ആൾക്കാർക്ക് ചോദ്യവും ഉത്തരവും പറച്ചിലും. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് ടോപ്പിക്ക് മാറി, കഥ മാറി. അപ്പം ആൾക്കാർക്ക് പുതിയ ടോപ്പിക്കായി സംസാരിക്കാൻ. പിന്നെ ഒരിക്കലും ആരും ഇല്ല കൊച്ചിൻ്റെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടിൻ്റെ കാര്യം ആരും ചോദിക്കില്ല. അതൊക്കെ എല്ലാവരും മറക്കും. ഈ മാർക്ക് കുറവാ, അയ്യോ ഇത്രയും മാർക്കുള്ളോ മോൻ ഇത്രയും മാർക്കുള്ളോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, അവരുടെ റിസൾട്ട് ഒന്ന് കാണിക്കാൻ പറ്റുമോ? 1985 ഒരു 1200 വേറെ 1000 മാർക്ക് തികച്ച് വാങ്ങിക്കാൻ പറ്റരുത്. അത് അന്ന് കോപ്പിയടി ഉണ്ട്. നമ്മുടെ ഇക്കാലത്ത് കോപ്പിയടിയിൽ എല്ലാം വളരെ സ്ട്രിക്റ്റാ. അങ്ങനെയുള്ള 1985 ഒരു 1200 പോട്ട് 1000 പോട്ട് ഒരു 800 മാർക്ക് തികച്ച് വാങ്ങിക്കാത്ത ഇവരൊക്കെയാണോ നമ്മളോട് ഫുൾ എ പ്ലസ് വയ്ക്കാൻ പറയുന്നത്? ഇത് എവിടുത്തെ ന്യായോ? എനിക്ക് മനസ്സിലാത്തൊരു കാര്യം. 1985 ഗാന്ധിജിയുടെ കാലത്ത് ഒരു കാര്യം, ഒരു കോമ്പറ്റീഷനിലൊക്കെ സുഖമായിട്ട് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലത്ത് ഒരു തേങ്ങ അച്ചീവ് ചെയ്താൽ നമ്മളതൊന്ന് കുറ്റം പറയും. ഇവർക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ? എനിക്ക് അതാ ചോദിക്കണം. പക്ഷെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരെന്തോ വിചാരിക്കുന്നത് വെച്ചാൽ ഞാൻ ചോദിക്കാറില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചോദിക്കണം എനിക്കൂടെ വേണ്ടിയിട്ട്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇവരോടൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. നമുക്ക് മാർക്ക് പറഞ്ഞത് അത് നമ്മുടെ പ്രശ്നമാണ്, നമ്മുടെ വിഷമമാണ്. അല്ലാതെ ബാക്കിയുള്ളവർക്ക് അതൊരു കോണ്ടന്റ് ആക്കി കൊടുക്കരുത്. അവർക്ക് കുറച്ച് മസാല ഐറ്റംസ് ഒക്കെ കയറ്റി ഒന്ന് സംസാരിക്കാനുള്ളൊരു ടോപ്പിക് ആക്കി അത് കൊടുക്കരുത് ഒരിക്കലും. എനിക്ക് അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. നമ്മുടെ കാര്യം നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരും ഡിസൈഡ് ചെയ്യും, ചൂസ് ചെയ്യും. വേറെ ആർക്കും അതിനകത്തൊരു ഇത് സജഷൻ പറയാൻ പോലെ ഒരു അവസരം കൊടുക്കേണ്ട കാര്യം. മാർക്ക് പറഞ്ഞവർ ദയവ് ചെയ്തിട്ട് വിഷമിക്കാതിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക. ഇതൊക്കെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. എവിടെയെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഓർക്കും, അയ്യേ എനിക്ക് പ്ലസ് ടുവിന് മാർക്ക് പറഞ്ഞത് ഞാൻ ഇത്രയും വിഷമിച്ചായിരുന്നോ, ഇത്രയും ഞാൻ കരഞ്ഞായിരുന്നു, എന്തിനായിരുന്നു? അതെൻ്റെ ലൈഫിൽ ഒരു രീതിയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, ഒരു രീതിയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനും പോണില്ല. പിന്നെ എന്തിനാണ് ഇതിന് ആവശ്യമുള്ള കാര്യങ്ങൾ ടെൻഷൻ അടിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യേ ഇതൊക്കെ ചുമ്മാ യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനൊന്നും ഒരിക്കലും ഇപ്പം 10th കഴിഞ്ഞ് ഇപ്പം നിങ്ങളുടെ 10th കാര്യം ഓർത്തോക്കെ. 10th മാർക്ക് കുറഞ്ഞവർക്ക് ഇപ്പം അത് ഓർക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരിക്കലും ഇല്ല. അത് അന്നത്തെ ഒരു 2-3 ദിവസത്തെ കാര്യമുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും അത് മാറിപ്പോയി. കാരണം ബാക്കിയെല്ലാവർക്കും അടുത്ത ടോപ്പിക് കിട്ടും. നമ്മുടെ ലൈഫ് മൂവ് ആണോ, അപ്പം നമ്മൾ സ്വയമേ ആ കാര്യങ്ങളൊക്കെ മറക്കും. അതേ കണക്ക് തന്നെയാണ് പ്ലസ് ടു. എല്ലാവരും പറയും പ്ലസ് ടു ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം. ഒരു തേങ്ങയല്ല, അതെല്ലാം വെറുതെയാണ്. പ്ലസ് ടു ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, അല്ലാതെ അതൊരു ഹോൾ തിങ് അല്ല. അതൊരു ചെറിയ പാർട്ടാണ്. ആ പാർട്ട് കഴിയുമ്പോൾ ആ പാർട്ട് പോയി. പിന്നെ നെക്സ്റ്റ് പാർട്ടാണ് ലൈഫിൽ, നെക്സ്റ്റ് ഫേസ് ആണ് ലൈഫിൽ. അപ്പം നമ്മൾ ആ ഫേസിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ ഫേസിൽ എങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഫേസിനേക്കാൾ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ലൈഫ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നാലോചിക്കുക. അവിടെയാണ് നമ്മൾ ഓരോരുത്തരും സത്യം പറഞ്ഞാൽ വിജയിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് നമുക്ക് ലൈഫിൽ കുറച്ചെങ്കിലും നല്ല കാര്യങ്ങളും നല്ല മൊമെന്റ്സും നല്ല തിങ്കിങ്ങും നല്ല തോട്ട്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പറഞ്ഞിരുന്നല്ലോ നിങ്ങളുടെ അടുത്ത്, എനിക്കാണെങ്കിൽ വലിയ മാർക്ക് ഒന്നും ഇല്ലായിരുന്നു പ്ലസ് ടുവിന്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലേ ഗൈസ്, എൻ്റെ മാർക്ക് ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് അയ്യോ കുറച്ചുകൂടെ പഠിക്കാമെന്ന് എനിക്ക് തോന്നും. പക്ഷെ ഒരിക്കലും എന്താ ഞാൻ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണോ, ഞാൻ വിഷമിച്ചിരിക്കുകയാണോ? ഒരിക്കലും ഇല്ല. ഞാൻ ലൈഫ് മൂവ് ഓണായി. പക്ഷെ എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു ക്രിഞ്ച് ഫീലാണ് കേട്ടോ. അയ്യോ എന്നൊരു എക്സ്പ്രഷനാണ് സത്യം പറഞ്ഞാൽ എനിക്ക്. അത് എൻ്റെ 10th വീഡിയോ കണ്ടൊക്കെ മനസ്സിലാവും. അതിൽ എൻ്റെ മാർക്കും ഇതെല്ലാം എൻ്റെ മാർക്കും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അയ്യോ എന്നൊരു ഒരു ഇതാണ് എനിക്ക് ആക്ച്വലി. പക്ഷെ ഒരിക്കലും ഞാൻ ഡീമോട്ടിവേറ്റഡ് ആയില്ല, ഒരിക്കലും ഞാൻ നെഗറ്റീവ് ആയില്ല, ഒരിക്കലും ഞാൻ പുറത്തിറങ്ങാൻ ആരെയും പേടിച്ചിരുന്നില്ല. I was like too confident on myself. Okay, എനിക്ക് അത്ര മാർക്ക് കിട്ടിയുള്ളൂ. ഓക്കെ, ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. നിങ്ങൾക്ക് നാട്ടിലൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ ഇരിക്കുക. അല്ലാതെ ഇങ്ങനെ ഉണങ്ങി തൂങ്ങി മണ്ട പോയ തെങ്ങി കണക്ക് ഒരിക്കലും ഇരിക്കരുത് ഗൈസ്. എനിക്കത് പറയും.
+1 +2 കുട്ടികൾ വിഷമിച്ചൊന്നും ഇരുന്ന് ചിലർക്ക് ഇപ്പം ഈ കാലത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഓവർ ഡ്രമാറ്റിക് എന്ന് ഞാൻ പറയില്ല, കുഞ്ഞു കാര്യത്തിന് പോലും ഭയങ്കര ഇതായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളാണ്. അപ്പം നിങ്ങളോട് ദയവ് ഇരുന്നതും കണ്ട് മൈൻഡ് ഡിപ്രസ്ഡ് ആയിട്ട് ഡിപ്രഷൻ ആ സ്റ്റേജിലേക്കൊന്നും പോകരുത്. ചിലർക്കേ ഉള്ളൂ കേട്ടോ, ചിലർക്കൊക്കെ നെവർ മൈൻഡ് ആണെന്ന് എനിക്കറിയാം, അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനില്ല. പക്ഷേ ഈ കുറച്ച് കുട്ടികളുണ്ടല്ലോ, ഇപ്പം മാർക്ക് കുറഞ്ഞു, ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ ടാബ്ലറ്റ് അങ്ങനത്തെ ഉള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ലൈഫിലൊരു കൊച്ചു കാര്യം മാത്രമാണ്. നിങ്ങൾക്കൊരു 10, 20, 22 വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇതൊന്നും ഒരു വലിയൊരു കാര്യമേ അല്ല, ജയിച്ചു പോയാൽ ഭാഗ്യം, അങ്ങനെ ചിന്തിക്കുക നിങ്ങൾ. അതൊന്നും വലിയ കാര്യമല്ല ഒരിക്കലും. നിങ്ങൾക്ക് നല്ലത്, നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. മാർക്ക് പറഞ്ഞാൽ പലരും പല അഭിപ്രായക്കാരുണ്ട്, പലരും പലതും പറയാം. അതൊന്നും മൈൻഡാണ്. പക്ഷേ ഈ ചെവികൂടെ പുറത്ത് കളയണം. അതൊക്കെ എന്ന് വെച്ചാൽ പഠിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, വിഷമം പ്രശ്നങ്ങളൊക്കെ അങ്ങനെ അവോയ്ഡ് ചെയ്യുക മാക്സിമം. അത്ര ഉള്ളത് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കാം. ഞാൻ ഷുവറായിട്ട് എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഡോണ്ട് വെറി, റിസൾട്ട് പെയ്യ വരും. ഡോണ്ട് ബി സ്കെയർഡ്. എനിക്ക് അത്ര പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അത്ര ഉള്ളത് എൻ്റെ വീഡിയോയുടെ കണ്ടന്റ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്ര ഉള്ളത് എൻ്റെ വീഡിയോ.